യു.ഡി.എഫിന് വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചത് ഒരു പൊതുലക്ഷ്യത്തിന് വേണ്ടിയാണെന്ന് പി.കെ. ഫിറോസ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ജമാഅത്തെ ഇസ്ലാമി വിചാരിച്ചാൽ ഇവിടെ മതരാഷ്ട്രം സ്ഥാപിക്കാനാകില്ലെന്നും അതൊരിക്കലും നടക്കാത്ത കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. എസ്.ഡി.പി.ഐ നിരവധി അക്രമങ്ങൾ നടത്തിയ പാർട്ടിയാണെന്നും എന്നാൽ വെൽഫെയർ പാർട്ടി അങ്ങനെയല്ല എന്നും അതുകൊണ്ട് തന്നെ ഇരു സംഘടനകളെയും ഒരേ തട്ടിൽ അളക്കാനാകില്ലെന്നും ഫിറോസ് കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സർക്കാർ പൂർണ്ണ പരാജയമാണെന്നും പി.കെ. ഫിറോസ് ആരോപിച്ചു. PSC ഒന്നാം റാങ്കുകാർക്ക് പോലും ജോലിയില്ലാത്ത അവസ്ഥയാണ്. സ്കാനിംഗ് മെഷീൻ കേരളത്തിൽ നിർമ്മിക്കുന്നു എന്ന മന്ത്രി പി. രാജീവിന്റെ അവകാശവാദം പച്ചക്കള്ളമാണെന്നും അതിന്റെ സ്ക്രൂ മാത്രമാണ് ഇവിടെ നിർമ്മിക്കുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു. അക്കാര്യത്തില് ജമാഅത്തെ ഇസ്ലാമി UDF-ന് പിന്തുണ നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. എത്രയോ കാലമായി അവരുടെ പിന്തുണ ഇടതുപക്ഷത്തിനായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി അല്ല, അവരുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പേ തന്നെ ജമാഅത്തെ ഇസ്ലാമി എത്രയോ കാലമായിട്ട് ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുത്തു എന്ന് മാത്രമല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങളുടെ ഉറ്റ കൂട്ടുകാരാണ് ജമാഅത്തെ ഇസ്ലാമി. ആ പറഞ്ഞത് ആർക്കൈവ്സിലുണ്ട് മാധ്യമങ്ങളുടെ. ഇപ്പോ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മാറുകയും ഇടതുപക്ഷത്തിന് പകരമായി കേരളത്തിൽ അധികാരത്തിൽ വരേണ്ടത് UDF ആണെന്ന് പൊതുവിൽ ജനങ്ങളെല്ലാം തീരുമാനിച്ചൊരു ഘട്ടത്തിൽ വെൽഫെയർ പാർട്ടി തീരുമാനിച്ചു ഇടതുപക്ഷത്തെ മാറ്റണം, കേരളത്തിൽ അധികാരത്തിൽ വരേണ്ടത് UDF ആണ്. അപ്പൊ അവർ UDF-ന് പിന്തുണ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അപ്പോ തീരുമാനത്തിൽ മാറ്റം വരുത്തിയത് വെൽഫെയർ പാർട്ടിയാണ്. അപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ തീരുമാനം മാറ്റുമ്പോൾ അവരെ കുറിച്ചുള്ള അഭിപ്രായത്തിൽ മാറ്റം വരുത്തുന്നത് CPM ആണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പിന്തുണ നൽകാൻ, കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഭരണം അവസാനിപ്പിക്കാൻ, ഈ കഴിഞ്ഞ 10 കൊല്ലത്തെ അഴിമതി മാത്രം മുഖമുദ്രയാക്കിയ വികസന കാര്യത്തിൽ കേരളത്തെ പിറകോട്ടടിച്ച ഇടതുപക്ഷത്തെ താഴെ ഇറക്കി UDF-നെ അധികാരത്തിൽ കൊണ്ടുവരാനുള്ള വിശാലമായ ഒരു അജണ്ടയിലേക്ക് വെൽഫെയർ പാർട്ടിയെ പോലെയുള്ള സംഘടനകൾ പിന്തുണ നൽകുമ്പോൾ ആ പിന്തുണ സ്വീകരിക്കണമെന്ന തീരുമാനമാണ് UDF എടുത്തത്. തിരഞ്ഞെടുപ്പിൽ യൂത്ത് ലീഗിന് അർഹമായ പരിഗണന ലഭിക്കുമെന്ന് പാർട്ടി അധ്യക്ഷൻ മുനവറലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഇത്തവണ കൂടുതൽ സീറ്റുകൾ UDF-നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുവാക്കളുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടുത്തി യൂത്ത് മാനിഫെസ്റ്റോ തയ്യാറാക്കുമെന്നും വിവിധ മേഖലകളിലെ പ്രമുഖരുമായി സംവാദം നടത്തി ഇത് UDF നേതൃത്വത്തിന് കൈമാറുമെന്നും തങ്ങൾ വ്യക്തമാക്കി. തീർച്ചയായും കഴിഞ്ഞ കാലങ്ങളൊക്കെ മുസ്ലിം ലീഗ് ലീഡർഷിപ്പ് യൂത്ത് ലീഗിന് അവസരം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും വലിയൊരു നിര തന്നെ യൂത്ത് ലീഗിന് പരിഗണന ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടേമിലും യൂത്ത് ലീഗിന് വലിയ രീതിയിലുള്ള ഒരു പരിഗണന ഉണ്ടാവും. കാരണം യുവാക്കളെ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് യുവാക്കളെയാണ്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ തന്നെയുള്ള രീതിനെ ആയിരിക്കും മുസ്ലിം ലീഗ് തീരുമാനമെടുക്കുക. അപ്പോൾ അത് തീർച്ചയായും ലീഡർഷിപ്പ് അങ്ങനെ ഒരു രീതി തന്നെ മുന്നോട്ട് പോകുന്നതിനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അല്ല, ഞങ്ങളുടെ ആവശ്യങ്ങളൊന്നും ഞങ്ങൾ പറയാറുണ്ട്. ഞങ്ങൾ പാർട്ടിയോട് ഞങ്ങൾ ആവശ്യപ്പെടും, അത് സ്വാഭാവികമാണ്. പാർട്ടിയോട് ഓരോ പോഷക സംഘടനകൾക്കും അവരുടേതായ കാര്യങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്. ഏറ്റവും മികച്ച പ്രകടനം നടത്തിയതും വിലയിരുത്തപ്പെടുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ട് അതുൾപ്പെടെ മുൻനിർത്തി നമ്മൾ ക്ലെയിം ആയിട്ട് ആവശ്യപ്പെടുന്നില്ല. പക്ഷെ നമുക്ക് അർഹതയുണ്ട്. ആ അർഹതക്കനുസരിച്ചിട്ടുള്ള ഒരു അംഗീകാരം നമുക്ക് കിട്ടും തന്നെയാണ് ഞങ്ങൾ ഒരു കോൺവെർസേഷനിലൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ ചാനൽ ന്യൂസ് മലപ്പുറം.